ആലപ്പുഴയിൽ സൈക്കിളിൽ നിന്ന് വീണ് ബീഹാർ സ്വദേശിനിക്ക് ദാരുണാന്ത്യം. ബീഹാർ സ്വദേശിനിയായ 30 വയസ്സുള്ള സൈറ ഫാത്തുനാണ് മരിച്ചത്. ഏപ്രിൽ 29 രാത്രി 7:30 കോട്ടക്കുഴി കലങ്ക് റോഡരികിൽ വെച്ചാണ് സൈറ അപകടത്തിൽപ്പെടുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സൈറ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത്. സ്വകാര്യ ജലവിതരണ ലോറിയിലെ ഡ്രൈവറായ ലഡു മിയാനും മക്കളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ 6 വർഷമായി വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. സൈറയുടെ ഭർത്താവ് ലഡുവും ഇളയ കുഞ്ഞും സൈറയും സൈക്കിളിൽ പച്ചക്കറി വാങ്ങാനായി പോകുമ്പോൾ കൈക്കുഞ്ഞ് താഴേക്ക് വീഴാൻ പോവുകയും ആ കുഞ്ഞിനെ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ സൈറ റോഡിലേക്ക് തലയിടിച്ച് വീഴുകയുമായിരുന്നു. തലക്കേറ്റ മുറിവ് ഗുരുതരമായിരുന്നു. അതിനെ തുടർന്നായിരുന്നു സൈറയുടെ മരണം സംഭവിച്ചത്. മാന്നാറിലെ ചെന്നിത്തലയിൽ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. ലഡുമിയാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമസ്ഥനെ സഹായത്തിനായി ഇവർ വിളിച്ചെങ്കിലും അയാൾ അങ്ങോട്ട് വരാൻ തയ്യാറായില്ല. മരണവാർത്ത അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ മന്ത്രി സജി ചെറിയാൻ ലഡുമിയാനെയും മക്കളെയും ആശ്വസിപ്പിച്ചു. അടിയന്തരമായി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനും ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും മന്ത്രി നേരിട്ട് ഇടപെടുകയും ചെയ്തു. കുടുംബത്തിന് പ്രാഥമിക ചെലവുകൾക്കായി 25,000 രൂപ കൈമാറുകയും തൊഴിൽ വകുപ്പിൽ നിന്നും 50,000 രൂപ അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരെ കുടുംബത്തിന് താമസിക്കാൻ ലോഡ്ജ് സൗകര്യവും കുട്ടികളുടെ സംരക്ഷണത്തിനായി പിങ്ക് എന്ന സന്നദ്ധ സംഘടന സഹായവും മന്ത്രി ഉറപ്പുവരുത്തുകയും ചെയ്തു. അമ്മയെ തിരയുന്ന 3 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മോർച്ചറിക്കരികെ തളർന്ന് ഇരിക്കുകയായിരുന്നു ലഡു. അവളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, അവിടെ അടക്കണം എന്നാണ് അവിടെ എത്തിയ മന്ത്രി സജി ചെറിയാനോട് അയാൾ പറഞ്ഞു. അപ്പോഴേക്കും അയാൾ കരഞ്ഞുപോയി. അമ്മ മരിച്ചത് അറിയാതെ മോർച്ചറിക്ക് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു വിശന്ന് വലയുന്ന 3 കുഞ്ഞുങ്ങളും. അവരുടെ ദയനീയത അറിഞ്ഞാണ് മന്ത്രി സജി ചെറിയാനും എച്ച് സലാം MLAയും ആശുപത്രിയിൽ എത്തിയത്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ചെലവടക്കം എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലെത്തിയ സജി ചെറിയാൻ ലഡുമിയാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മുതലാളിയെ വിളിച്ചെങ്കിലും അവിടേക്ക് വരാൻ അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. പൈസ ഒന്നും ചെലവാക്കേണ്ട കാര്യമില്ലെന്നും അതൊക്കെ താൻ ചെയ്യാമെന്നും സജി ചെറിയാൻ അയാളോട് പറയുകയും ചെയ്തു. കാരണം ഈ ലഡുമിയാൻ എന്ന വ്യക്തിക്ക് ആകെ പരിചയമുള്ളത് ഈ കമ്പനിയുടെ ഉടമസ്ഥനെയാണ്. നിങ്ങളുടെ കൂടെ 2 വർഷം ജോലി ചെയ്ത ഒരാളുടെ ഭാര്യ അപകടത്തിൽ മരിക്കുമ്പോൾ അവിടെ ഒന്ന് വരേണ്ടത് ഒരു മാനുഷിക മര്യാദയാണെന്നും സജി ചെറിയാൻ കമ്പനി ഓണറോട് പറഞ്ഞിരുന്നു. സൈറയുടെ മൃതദേഹം ഇന്ന് രാവിലെ വിമാനമാർഗം ബീഹാറിലെ ജന്മനാട്ടിലെത്തിച്ചു. മൃതദേഹമായി രാവിലെ 7 മണിക്ക് പുറപ്പെടുന്ന വിമാനം 8:45 ഹൈദരാബാദിലെത്തിയത്. അവിടെ നിന്നും ഉച്ചതിരിഞ്ഞ് 3:30 പറ്റ്നയിലെത്തി. പിന്നീട് ആംബുലൻസിലാണ് ഇവരുടെ മൃതദേഹം കൊണ്ടുപോകുക. ബീഹാറിലും UPയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വല്ലവരും എഴുതിവിടുന്ന പച്ചക്കള്ളങ്ങൾ അടങ്ങുന്ന കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കണ്ട് കേരളത്തെ വിലയിരുത്തരുത്. കരുണ പറ്റാത്ത നന്മയുള്ള ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം.